Hello everyone. In the last class, we had a discussion of semantic and linguistic barriers to communication. Today, we continue our lecture on socio-psychological barriers. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു barriers to communication. Barriers means obstacles or impediments. അല്ലെ, ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവുന്നതിന് കാരണമാവാറുണ്ട്. അല്ലെ, ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു റീസൺസിനൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു സിമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അല്ലെ, അപ്പൊ മൾട്ടി കൾച്ചറൽ ബാരിയേഴ്സ് എന്നൊക്കെ പല ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. അല്ലെ, അപ്പൊ നോക്കാം ഇന്ന് നമുക്ക് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണ്. The following are the socio-psychological barriers to communication. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് there are 7 socio-psychological barriers ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ 1 by 1 ആയിട്ട് പെട്ടെന്ന് നോക്കാം. The attention span of the listener. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ലിസണർ അല്ലെ റിസീവർക്ക് അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്ന ആളുകൾക്ക് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ എന്താ പറയുക അറ്റൻഷൻ സ്പാൻ എന്ന് പറയുക. ദ അറ്റൻഷൻ സ്പാൻ ഓഫ് ദ ലിസണർ ഓൾസോ ക്യാൻ ബി എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ടൈം, ആ ഒരു ഡ്യൂറേഷന് ആ ഒരു അറ്റൻഷൻ സ്പാനിനെ ഓവർകം ചെയ്താൽ അല്ലെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലിസണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, അപ്പൊ അദ്ദേഹം അത് ഡൈവേർട്ട് ചെയ്ത് പോവാൻ കാരണമാവും. അല്ലെ, അതുപോലെ തന്നെ ദ ടൈം സ്പെൻഡ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഷുഡ് നോട്ട് exceed the audience patience or attention span. അപ്പോൾ ഒരിക്കലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു അറ്റൻഷൻ സ്പാൻ, അതാ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് നമ്മൾ പറയും 20-25 മിനിറ്റ്സ് മാത്രമാണ് ക്ലാസ്സിൽ സ്റ്റുഡിയസ് ആയിട്ട് അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെ, അപ്പൊ ആ ഒരു അറ്റൻഷൻ സ്പാൻ, ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല, വേണ്ട രൂപത്തിൽ മെസ്സേജസ് എന്ത് ചെയ്യില്ല, രജിസ്റ്റർഡ് ആവില്ല. അല്ലെ, അപ്പം a listener has his own attention span. If the speaker goes beyond the attention span, the listener cannot concentrate on the speech. Attention span also can be a barrier to communication. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, we have to concentrate on the attention span of the listener. ഒരിക്കലും ആ ഒരു അറ്റൻഷൻ സ്പാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. We can solve the problem of attention span by using brevity. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെ, ആ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മളൊരു ലോങ് കണ്ടന്റ് ഒക്കെ നമ്മൾ മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഹൗ ടു ഓവർകം അല്ലെ ആ ഒരു സ്പാൻ അല്ലെ ആ ഒരു അറ്റൻഷൻ സ്പാൻ ഇഷ്യൂ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫസ്റ്റ് സൊല്യൂഷൻ ആണ് brevity. അപ്പൊ എന്താണ് ഈ brevity നോക്കി. Brevity is an essential component of effective communication. Brevity is a quality of being concise or short. അല്ലെ, അപ്പം ഇതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണോ, there will be എന്തുണ്ടായിരിക്കും, brevity ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ ഇതൊരു എസെൻഷ്യൽ ക്വാളിറ്റി ആണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമല്ല brevity എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിറ്റി ഓഫ് ബീയിങ് കൺസൈസ് ഓർ ഷോർട്ട് ആക്കുക എന്നതാണ്. അല്ലെ, ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ, ഇൻഫോർമേഷൻ ആണ്, കണ്ടന്റ് ആണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൺസൈസ് ആക്കണം, ഷോർട്ട് ആക്കണം. എന്നാൽ എന്താവാൻ പാടില്ല, ഇമ്പോർട്ടന്റ് പാർട്ടുകൾ മിസ് ചെയ്യാനും പാടില്ല. Brevity shows an effort by the speaker to convey the essence of what he wants to say in the best possible way. അപ്പം അത് എന്ത് brevity നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്, we have to include essence അല്ലെ, essence of what she want to say എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് കണ്ടന്റ് മാത്രം സെലക്ട് ചെയ്യുക, അൺനെസസറി എക്സ്പ്ലനേഷന് അഡീഷണൽ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അല്ലെ, ക്ലാസിക് എക്സാമ്പിൾ ഓഫ് brevity, when Gandhiji died, the writer and the Nobel laureate Earl S. Buck remarked. ഒരു എക്സാമ്പിൾ ആണ്, brevity എക്സാമ്പിൾ ആണ് another crucifixion. കണ്ടോ നിങ്ങള്, അദ്ദേഹം ഗാന്ധിജി നമ്മളെ ഡിപ്പാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കോട്ട് കണ്ടോ നിങ്ങള്. ഏൾ എസ് ബക്ക് എന്ന് പറയുന്ന നോബൽ ലോറേറ്റ് ആണ്. അദ്ദേഹം another crucifixion in just 2 words നോക്കി, she conveyed the idea of Gandhiji as a prophet. അല്ലെ, പ്രോഫറ്റ് ആണ്, ആളുകൾ ലീഡ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ്. അല്ലെ, അപ്പൊ നോക്കി നിങ്ങൾ another crucifixion നമ്മുടെ ക്രൈസ്റ്റിന്റെ ആ ഒരു കമ്പാരിസൺ വരുന്നതോടുകൂടി നിങ്ങൾ നോക്കൂ, ആ ഒരു എൻറ്റയർ മീനിങ് അവിടെ എന്ത് ചെയ്യാണ്, കൺവേ ചെയ്ത്
പോവാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ബാരിയർ ആയിരുന്നു അറ്റൻഷൻ സ്പാൻ ഓഫ് ദി ലിസണർ. സെക്കൻഡ് വൺ ആണ് എ സീരിയസ് ആൻഡ് ഗ്ലൂമി അറ്റ്മോസ്ഫിയർ. സീരിയസ് ആൻഡ് ഗ്ലൂമി അറ്റ്മോസ്ഫിയർ. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൂമി ആണ്, സീരിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, listeners may not be able to concentrate for a long time. Like, serious and gloomy communication is also can be a barrier to communication. ആ ഒരു ഹൈ സീരിയസ് ആയിട്ട് ആളുകൾ പിന്നെ നമ്മൾ ക്ലാസ് റൂം ആണെങ്കിൽ അമിതമായിട്ട് കൺട്രോൾ ചെയ്ത് ഇരുത്തുന്ന സമയത്ത് എന്താണെന്നില്ല, ക്ലാസ് ഒരു മെക്കാനിക്കലായിട്ട് മാറും. അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് വേണ്ട രൂപത്തിൽ എത്തില്ല അല്ലെ. വെദർ ഇൻ ടീച്ചിങ് ഓർ ടോക്കിംഗ് എ സ്മൈൽ ഓൾവേസ് കോംപ്ലിമെന്റ് ദി മെസ്സേജ്. അപ്പൊ ഒരു പ്ലസന്റ് സീരിയസ് ആൻഡ് ഗ്ലൂമി അറ്റ്മോസ്ഫിയർ മാറ്റിയിട്ട് പ്ലസന്റ് അല്ലെ, അതുകൊണ്ട് സ്മൈൽ ചെയ്യുന്ന പരസ്പരം ഒരു വാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എന്താവും, effective ആവും. Even hard concept can be conveyed through the humor and occasional jokes. അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കോൺസെപ്റ്റ് ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ അതൊരു കുറച്ചൊരു ഹ്യൂമറസ് ആയിട്ട് ജോക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സച്ച് എ ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും. ഐ കോണ്ടാക്ട് ആൻഡ് സ്മൈൽ കീപ് ദ ലിസണേഴ്സ് എ ഫീലിംഗ് ഓഫ് ടുഗദർനെസ്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പറായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്മൈലിംഗ് ഫേസ് കീപ്പ് ചെയ്യുക, അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തിനെ, ഒരു ടുഗദർനെസ് എന്ന് പറഞ്ഞാൽ ഒരു വൺനെസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. Therefore we have to create a pleasant atmosphere എവിടെ, here in the context of communication. എന്ത് ഒഴിവാക്കണം, we have to avoid a serious and gloomy atmosphere. Instead of that നമ്മൾ എന്ത് ചെയ്യണം, we have to create a pleasant atmosphere in a classroom. എവിടെ ആവട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. തേർഡ് ബാരിയർ ആണ് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് റോങ് മീഡിയം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് നമുക്ക് കാണാൻ പറ്റും നോയ്സ് ഫ്രം ദ സറൗണ്ടിങ്സ്. നോയ്സ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമാണ്, നമ്മൾ സംസാരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അതൊരു നിയർ ബൈ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യില്ല, നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ദ നോയ്സ് ഫ്രം ദി സറൗണ്ടിങ്സ് ആൻഡ് മെക്കാനിക്കൽ failures can break communication. അപ്പൊ ഒരു മെക്കാനിക്കൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നോക്കുന്നത്, ഇൻ ദ കേസ് ഓഫ് computerized presentations, failure of power supply during their presentation can be an external barrier. അല്ലെ, അപ്പം പവർ സപ്ലൈ ഫെയിലിയർ ആവാം അല്ലെ, അതൊരു മെക്കാനിക്കൽ ഫെയിലിയർ ആണ്. അതും എന്തിന് കാരണമാവും, പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാതിരിക്കാൻ കാരണമായിട്ട് മാറും അല്ലെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈച്ച് മോഡ് അല്ലെ, അതുപോലെ തന്നെ മറ്റൊന്ന് ഈച്ച് മോഡ് ഓർ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമുക്കറിയാൻ പറ്റും there are two mode of communication, verbal and non-verbal. Verbal means communication by using words. Non-verbal means without using word, by using ഏതൊക്കെ സിഗ്നൽസ്, സിമ്പിളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നോൺ വെർബൽ എന്ന് പറയാറ് അല്ലെ. അപ്പം ഇവിടെ റോങ് സെലക്ഷൻ ആണ്, നമ്മൾ റോങ് സെലക്ട് ചെയ്യും എന്തിനെ, മീഡിയം, ഏത് വെർബൽ കമ്മ്യൂണിക്കേഷനെയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെയും നമ്മൾ എന്ത് ചെയ്യും, റോങ് ആയിട്ട് ചൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വേർഡ്സ് ഉപയോഗിച്ച് മെസ്സേജ് പാസ് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്, എന്നാൽ സിഗ്നൽ ഉപയോഗിക്കേണ്ട കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രാഫിക്കിൽ ഒരിക്കലും നമ്മൾ വെർബൽ മീഡിയം ഉപയോഗിക്കാനേ പാടില്ല. കാരണം അല്ലെ, സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ സെന്റൻസിൽ വേർഡ്സ് ഉപയോഗിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ, അതെല്ലാം കൂടെ വായിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, നമ്മൾ ഓടിക്കുന്ന വെഹിക്കിൾ എന്ത് ചെയ്യും അല്ലെ, അപകടത്തിൽപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അവിടെ നമ്മൾ സിമ്പിളുകൾ ഉപയോഗിക്കണം, ഗ്രീൻ സിഗ്നൽ ഉപയോഗിക്കണം, യെല്ലോ ഉപയോഗിക്കണം, റെഡ് ഉപയോഗിക്കണം അല്ലെ. സിഗ്നലുകൾ ഉപയോഗിച്ചാൽ ഇൻസ്റ്റന്റ് മെസ്സേജ് പാസ് ചെയ്യുന്ന സ്ഥലത്താണോ എന്ത് ഉപയോഗിച്ചോളണം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉപയോഗിച്ചോളണം അല്ലെ. അതല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വെർബൽ ഉപയോഗിക്കാം. അപ്പം റോങ് സെലക്ഷൻ ഓഫ് മീഡിയം എന്തിനും കാരണമാവുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫെയിലർ ആയി മാറുന്നുണ്ട്. അപ്പം വി ഹാവ് ടു യൂസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ based on the context. The fourth one, personal bias and strong feeling.
അതുപോലെ തന്നെ നമ്മളൊക്കെ people have strong feelings about certain issues or people that may affect the success of communication. അപ്പൊ നമ്മളൊക്കെ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്, ഇമോഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തൊക്കെ നമുക്ക് ഒരു ഇമോഷൻസും ഫീലിങ്ങുകളും കൊണ്ട് നമ്മളെല്ലാം ബയസ്ഡ് ആണ്, പ്രിജുഡ്യൂസ്ഡ് ആണ് അല്ലെ. നമ്മളൊക്കെ എന്തിന്റെ കാര്യത്തിൽ ദാറ്റ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, ക്ലാസ് അല്ലെ. ഇതൊക്കെ നമ്മൾ ബയസ്ഡ് ആണ്. അതുപോലെ തന്നെ ജെൻഡർ, മെയിൽ ആൻഡ് ഫീമെയിൽ, ഇതൊക്കെ നമുക്ക് ഓൺ ആ ഫീലിങ്ങുകൾ, ഇമോഷൻസ് ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ബയസ്ഡ് ആണ്, പ്രിജുഡ്യൂസ്ഡ് ആണ് അല്ലെ. അപ്പം പലപ്പോഴും നമ്മൾ എന്തിനെ ഫേവർ ചെയ്യും? നമ്മുടെ ബയസ്ഡ് ആയിട്ടുള്ള ബിലീഫിനെ സപ്പോർട്ട് ചെയ്യും, ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും അല്ലെ. അപ്പം if their emotions may interfere with the message that he wants to send and receive അല്ലെ. അപ്പം പാസ് ചെയ്യുന്ന മെസ്സേജസുകൾ, അപ്പം അവര് ബയസ്ഡ് ആണ്, പ്രിജുഡ്യൂസ്ഡ് ആണ്. അപ്പം അവരുടെ റിലീജിയൻ അനുസരിച്ച്, കാസ്റ്റിനനുസരിച്ച്, ക്ലാസ്സിനനുസരിച്ചൊക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യാം, മെസ്സേജസ് പാസ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം എന്തും ഓബ്സ്റ്റക്കിൾ ആയിട്ട് മാറും പേഴ്സണൽ ബയസ് ആൻഡ് സ്ട്രോങ് ഫീലിംഗ്. നെക്സ്റ്റ് വൺ, സെലക്ടിവിറ്റി. സെലക്ടിവിറ്റി ക്യാൻ ബി അനദർ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പം ഈ സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മോർ ഡേഞ്ചറസ് ആണ് അല്ലെ. എന്ത് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സെലക്ടിവിറ്റി മീൻസ് നമ്മൾ എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കും, അല്ലാതെ നമ്മൾ ഒരിക്കലും ഓപ്പൺ മൈൻഡഡ് ആവില്ല അല്ലെ, ക്ലോസ് മൈൻഡഡ് ആയിരിക്കും അല്ലെ. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സെലക്ടിവിറ്റി ഈസ് വെരി ഡേഞ്ചറസ് അല്ലെ, ബിക്കോസ് ദ ലിസണേഴ്സ് ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓൺലി വാട്ട് ഹി വാണ്ട്സ് ആൻഡ് ഇഗ്നോർസ് ഓൾ അതർ പാർട്ട് അല്ലെ. അപ്പം ഇവിടെ എന്ത് മാത്രം അദ്ദേഹം ലിസൺ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് ഓൺലി വാട്ട് ഹി വാണ്ട്സ് അല്ലെ. എന്താണോ താല്പര്യമുള്ളത്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആക്സെപ്റ്റ് ചെയ്യും, ആൻഡ് റിജക്ട് ഓർ ഇഗ്നോർസ് ഓൾ അതർ പാർട്ട് അല്ലെ. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് അല്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും രജിസ്റ്റേർഡ് ആവില്ല, മെസ്സേജസ് പാസ് ചെയ്യപ്പെടില്ല. നെക്സ്റ്റ്, സിക്സ് ബാരിയർ ആണ് സിനിസിസം ആൻഡ് നെഗറ്റിവിറ്റി. സിനിസിസം is a belief that people are only interested in themselves and they are not സിൻസിയർ അല്ലെ. സിനിസിസം എന്ന് പറഞ്ഞാൽ ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കും? ദേ ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദംസെൽഫ്, ദേ ഗിവ് പ്രൈമറി കൺസേൺ, their belief, their practices അല്ലെ. അതുകൊണ്ട് തന്നെ they are not sincere towards others അല്ലെ. അപ്പം ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, അതേഴ്സ് ആയിട്ടുള്ള ആളുകൾ, മറ്റുള്ള ആളുകൾ പറയുന്ന മെസ്സേജസ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല, വേണ്ട രൂപത്തിൽ അത് മനസ്സിലാക്കില്ല. The cynical and negative people is not open to new idea. They are not ready to accept anything new from the others അല്ലെ. അപ്പൊ മറ്റുള്ള ആളുകളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ, ദ കമ്മ്യൂണിക്കേഷൻ fail. Seventh and last one, perceived benefit. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവണമെങ്കിൽ അല്ലെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ബെനിഫിറ്റ് അല്ലെ. ഇപ്പൊ നമ്മൾ ആരെ ലിസൺ ചെയ്യണോ, മനസ്സിലാക്കണോ, നമുക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം അല്ലെ. ഫോർ ദ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ വി നീഡ് ആൻ അറ്റന്റീവ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഓഡിയൻസ് അല്ലെ. സക്സസ്ഫുൾ ആവണോ, എന്തുണ്ടായിരിക്കണം? There should be an attentive and interested audience അല്ലെ. അപ്പം ഈ ഒരു അറ്റന്റീവ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് വേണോ? If the listener doesn't perceive any benefit to them, the listeners may soon lost interest. അപ്പൊ ഒരു ബെനിഫിറ്റ് കാണണം. ഞാനൊരു കാര്യം കേൾക്കണമെങ്കിൽ ഞാൻ അതിൽ എന്ത് കാണണം? വി ഹാവ് ടു വിഷ്വലൈസ് ഓർ എന്ത് ചെയ്യണം, അവർ പെർസീവ് ചെയ്യണം, എന്തിനൊരു ബെനിഫിറ്റ് കാണണം, അതിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് അവിടെ പറയുന്നത്, ഫോർ ദ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ വി നീഡ് ആൻ അറ്റന്റീവ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഓഡിയൻസ്. അപ്പൊ ഈ ഒരു അറ്റന്റീവ് ആവണോ, ഇൻട്രസ്റ്റഡ് ആവണോ, ലിസണേഴ്സ് എന്താവേണ്ടതുണ്ട്? ലിസണേഴ്സ് ഹാവ് ടു പെർസീവ് ബെനിഫിറ്റ് അല്ലെ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ടോപ്പിക് വരുന്നത്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി സോഷ്യോ ആൻഡ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ അഗെയിൻ കാണാം. ഓക്കെ.